ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിക്സ്ചർ ആൻഡ് ഡെറിവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രിങ്ക് മെയ്ഡ് ബൈ മിക്സിംഗ് വാട്ടർ ആൻഡ് ജ്യൂസ് ഇൻ ദ റേഷ്യോ 9:7. Then if x liter of water and 2x liter of juice mixed with 160 liter of drink. Okay. Then new ratio became 13:5. കപ്പാസിറ്റി ക്വാണ്ടിറ്റി ഓഫ് ഡ്രിങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അലിഗേറ്റ് ചെയ്യുക. 3 മിക്സറിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്, 2 മിക്സറിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സായി കഴിയുമ്പോൾ തേർഡ് മിക്സറിൻ്റെ കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം 9ഉം 7ഉം 16 ഭാഗത്തിൽ 9 വാട്ടർ ഉണ്ടെന്ന് പറയാം. വാട്ടറിലിട്ടാണ് അലിഗേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ലിറ്റർ ഇവിടെയാണെങ്കിൽ 2x ലിറ്റർ, അപ്പോൾ 1:2 ആണ് റേഷ്യോ. അപ്പോൾ മൊത്തം 3 ഭാഗത്തിൽ 1 ഭാഗം വാട്ടറാന്ന് പറയും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 28 ഭാഗത്തിൽ 13 വാട്ടറാന്ന് പറയും. ഓക്കെ. ദെൻ കാൽക്കുലേഷൻ ഈസി ആകാൻ വേണ്ടി 28, 16, 3 ഇതിൻ്റെ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൻ്റെ LCM വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 × 7 × 3 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് 21 × 9 വരും. ഇവിടെയാണെങ്കിൽ 16 × 7 വരും. ഇവിടെയാണെങ്കിൽ 28 പോയിട്ട് ബാക്കി പോയിട്ട് 12 × 13 എന്ന് പറഞ്ഞു വരും. ഓക്കെ. ദെൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ 189 എന്ന് പറഞ്ഞു വരും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 112 എന്ന് പറഞ്ഞു വരും. ഇത് 156 എന്ന് പറഞ്ഞു വരും. അലിഗേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടുന്നത് 33 ആയിരിക്കും, ഇവിടെ കിട്ടുന്നത് 44 ആയിരിക്കും. അല്ലെങ്കിൽ ഈ മിക്സ്ചേഴ്സിൻ്റെ റേഷ്യോ, മിക്സ്ചേഴ്സിൻ്റെ കപ്പാസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ 4:3 എന്ന് പറഞ്ഞു കിട്ടും. ഇതിൽ 4 യൂണിറ്റിന് കറസ്പോണ്ടിങ്, അതായത് നമ്മൾ ഇനിഷ്യലി എടുത്ത മിക്സ്ചർ എന്ന് പറയുമ്പോൾ 160 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 160 ലിറ്റേഴ്സ് ഓഫ് ഡ്രിങ്ക്, 160 ഡ്രിങ്കിൻ്റെ 160 ലിറ്റർ ആണ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 160. സോ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 40 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടേക്ക് ചോദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഡ്രിങ്ക് ഈസ്, ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് ചോദിച്ചത്, 7 യൂണിറ്റിന് കറസ്പോണ്ടിങ്. അതായത് 7 × 40 280 എന്ന് പറഞ്ഞു കിട്ടും.